നമസ്കാരം, എല്ലാവർക്കും ഗ്യാപ്പീസ് ഫെയിലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. ബോഗൻവില്ലയിൽ നിറഞ്ഞ് പൂക്കളുണ്ടാകാൻ അതിൽ മെഗ്നീഷ്യം സൾഫേറ്റും DAPയും കൊടുക്കേണ്ട രീതി, അതോടൊപ്പം മറ്റു കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം 40 വെറൈറ്റികളിൽപ്പെട്ട ബോഗൻവില്ലകളുടെ വിൽപ്പന ഞങ്ങൾ നടത്തിയിരുന്നു. നാടൻ ഇനങ്ങളും അതോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്കില്ലാത്ത മദർ പ്ലാന്റ് ഇല്ലാത്തതിൻ്റെ പുതിയ വെറൈറ്റിയിൽപ്പെട്ട കുറച്ച് ചട്ടികളൊക്കെ മാറ്റി വെച്ചിരുന്നു. അതിൽ നിന്ന് പ്രൊപ്പഗേഷൻ നടത്താൻ വേണ്ടിയായിരുന്നു മാറ്റി വെച്ചത്. അപ്പോൾ കുറേയൊക്കെ പ്രൊപ്പഗേഷൻ നടത്തി 200ഓളം ചട്ടികൾ ഞങ്ങൾ സെറ്റാക്കി വരുന്നുണ്ട്, റെഡി ആയിട്ടുണ്ട്. അത് മറ്റൊരു പറമ്പിൽ വെയിൽ കിട്ടുന്നതനുസരിച്ച് മറ്റൊരു പറമ്പിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചട്ടികൾ ഇവിടെ ഉള്ളതാണ് ഈ കാണുന്നത്. വെയിൽ കിട്ടുന്ന ഈ ഭാഗത്ത് കുറച്ച് ചട്ടികളൊക്കെ എല്ലാം ഓൺ റൂട്ടഡ് ആണ്. ഒരെണ്ണം മാത്രമാണ് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ളത്. ആ അറ്റത്തിരിക്കണ വലിയ അറ്റ് അത് അതർനെയാണ്, അത് ഗ്രാഫ്റ്റഡ് ആണ്. ബാക്കിയെല്ലാം നേരത്തെ വന്നിട്ടുള്ള ഓൺ റൂട്ടഡ് തൈകളാണ്. അപ്പോൾ നമ്മൾ ഈ ബോഗൻവില്ലക്ക് കൂടുതൽ പൂക്കളുണ്ടാകാൻ അതിൻ്റെ പ്രൂണിങ്ങും ഹാർഡ് പ്രൂണിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. പ്രൂണിങ്ങും പിന്നെ വളപ്രയോഗവും ചെയ്യേണ്ട ശരിക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുലാവർഷമാണ്. ഈ തുലാവർഷം കഴിഞ്ഞുള്ള ആഴ്ചയിലാണ് അത് ചെയ്യുന്നത്. കാരണം തുലാവർഷം കഴിഞ്ഞാൽ പിന്നെ 5-6 മാസം നമുക്ക് വെയിൽ തന്നെയാണ്, വേനൽക്കാലമാണ്. ആ സമയത്താണ് 6 മാസം തുടർച്ചയായിട്ട് ബോഗൻവില്ലയിൽ പൂക്കൾ നിൽക്കുന്നത്. അതിക്ക് മുമ്പ് ഈ വർഷം തുലാവർഷത്തിന് മുമ്പുള്ള കുറച്ച് നാൾ വെയിൽ കിട്ടും. ആദ്യത്തെ ജൂൺ ജൂലൈ മാസത്തിലെ മഴക്കാലത്തിന് ശേഷം കുറച്ച് നാൾ വെയിൽ കിട്ടും. ആ വെയിലത്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും. അത് കാര്യമായിട്ട് നിലനിൽക്കില്ല, അധികം ഉണ്ടാകുകയില്ല. ഈ തുലാവർഷത്തിന് ശേഷം നമ്മൾ വളം പ്രൂണിങ് ഒക്കെ ചെയ്ത് വെക്കുമ്പോഴാണ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഒരു പ്ലാന്റ്, അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് കട്ടിങ്സൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റ് മോഡലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ പ്രൂണിങ്ങിന് മുമ്പായിട്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ പുല്ലുകളോ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേരോടുകൂടി പിഴുത് കളയുക. ഇതിൽ കുറച്ചേ ഉള്ളൂ, ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ കളയാറുള്ളതുകൊണ്ട് കുറച്ചുള്ളൂ. അതിനുശേഷം നല്ലൊരു കട്ടർ ഉപയോഗിച്ച് തന്നെ ഇത്തിരി താത്തി ഹാർഡായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഹെൽത്തി ആയിട്ടുള്ള പോർഷനിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ചെനപ്പുകൾ വരികയും അതിൽ നിന്ന് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ഏതാണ്ട് ഒരേ ഷേപ്പിൽ കട്ട് ചെയ്യുക, അതായിരിക്കും ചെനപ്പുകളൊക്കെ കാണാം. കുറച്ച് ഇലകൾ നിർത്തണം, എല്ലാം കംപ്ലീറ്റ് ഇലകൾ നമ്മൾ കളയരുത്. അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ മെഗ്നീഷ്യം സൾഫേറ്റാണ് ആദ്യം കൊടുക്കേണ്ടത്. മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് മേൽഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 ഇഞ്ച് താഴെ കിട്ടുന്ന ഇളകുന്ന രീതിയിൽ, എന്നാലാണ് നമുക്ക് കൊടുക്കുന്ന വളമൊക്കെ താഴേക്ക് നല്ല രീതിയിൽ ചെല്ലുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെഗ്നീഷ്യം സൾഫേറ്റ്, ഇതാണ് മെഗ്നീഷ്യം സൾഫേറ്റ്. മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എപ്സം സാൾട്ട് എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നത് മെഗ്നീഷ്യവും ഉണ്ട്, സൾഫറും ഉണ്ട്. ഇത് രണ്ടും ഈ ബോഗൻവില്ലക്ക് അത്യാവശ്യമാണ്. മെഗ്നീഷ്യവും സൾഫറും, അതായത് ഇതിൻ്റെ വേര് ചെയ്യാതിരിക്കാനും നല്ല വേരോട്ടം ഉണ്ടാകാനും ഇത് രണ്ടാവശ്യമാണ്. മാത്രമല്ല ഈ പച്ചിലകൾക്ക് സൂര്യപ്രകാശത്തിൽ ക്ലോറോഫിൽ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ സൾഫറും മെഗ്നീഷ്യവും ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാമാണ് എടുക്കേണ്ടത്. അത് കൂടിപ്പോകരുത്, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 1 ലിറ്റർ 750 മില്ലിയുടെ ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് 5 ഗ്രാമിൽ കുറച്ച് താഴെയിട്ട് നിർത്തിയേക്കണം. ഇത് വേണ്ട, പഞ്ചസാര തരി പോലെയാണ് ഈ എപ്സം സാൾട്ട്. അതുകൊണ്ട് ഇത് മറ്റുള്ളതിൻ്റെ കൂട്ടത്തിലൊന്നും വെക്കരുത്. കുട്ടികളൊക്കെ ഉള്ളവർക്ക് അത് മാറ്റി വെക്കുക. ഇത് ഇടുമ്പോൾ തന്നെ അലിയുന്നതാണ് മെഗ്നീഷ്യം സൾഫേറ്റ്. എങ്കിലും ഒന്നുകൂടി കുലുക്കിയതിന് ശേഷം നമ്മൾ ഈ ചുവട്ടിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചുവട്ടിൽ മാത്രം ചെയ്താൽ മതിയോ. ആ മേൽഭാഗം ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തുക. ഇപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ട്. ഈ എപ്സം സാൾട്ട് അഥവാ മെഗ്നീഷ്യം സൾഫേറ്റ് കടക്കൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കരുത്. ഒഴിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോയാൽ അത് ഇതിനൊക്കെ ദോഷമാണ് ചെയ്യുന്നത്, വൃത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്പ്രേ ചെയ്തൊന്ന്
മേൽഭാഗം ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി. അതിനുശേഷം ചെയ്യുന്ന 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും ചേർന്ന മിക്സർ, ചാണകപ്പൊടിയുടെ ഒരു 1/3 എല്ലുപൊടി എടുത്താൽ മതി. അപ്പോൾ എല്ലുപൊടിയിൽ ചാണകപ്പൊടിയിൽ നൈട്രജൻ ഉണ്ട്, എല്ലുപൊടിയിൽ കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഫോസ്ഫറസാണ് കൂടുതലായിട്ടുള്ളത്. ബോർബിലൊക്കെ ഫോസ്ഫറസ് നന്നായിട്ട് വേണം. മാത്രമല്ല ഈ ഓർഗാനിക് ഇടുമ്പോഴാണ് മണ്ണിൽ ശരിയായ അതിൻ്റേതായ സോയിൽ സ്ട്രക്ചർ നിലനിർത്താൻ പറ്റുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഓർഗാനിക് വളമാണ്. ഫോസ്ഫറസ് ഉള്ളതുകൊണ്ട് പൂവിടാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക. ബോൺബില്ലൊക്കെ അധികം നനയ്ക്കരുത്, ചെറുതായിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക. അതായത് അധികം നനച്ചാൽ ഇലകളായിരിക്കും കൂടുതൽ വരുന്നത്. അതുപോലെ നല്ല രീതിയിൽ വെയിൽ കിട്ടുകയും ചെയ്യണം. വെയിൽ കിട്ടുന്ന രീതിയിലാണ് ബോഗൺവില്ല വെക്കേണ്ടത്. 6-7 മണിക്കൂറെങ്കിലും ഒരു ദിവസം വെയിൽ കിട്ടുന്ന രീതിയിൽ ബോഗൺവില്ല വെക്കുക. അപ്പോൾ ഈ ഓർഗാനിക് മിക്സർ കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കേണ്ടതാണ് DAP. ഇതാണ് DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഈ ഡൈ അമോണിയം ഫോസ്ഫേറ്റിൽ നൈട്രജനും ഉണ്ട്, ഫോസ്ഫറസും ഉണ്ട്. ഫോസ്ഫറസാണ് കൂടുതലായിട്ടുള്ളത്, 46% ഫോസ്ഫറസാണ്. ഇത് 15 തരി എടുക്കുക, 15-20 ഒക്കെ എടുക്കുക. അത് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചാൽ മതി, കൂടുതൽ നനയ്ക്കരുത്. കാരണം ഈ DAP ഒരുമിച്ച് ആ പോട്ടമിക്സിലേക്ക് ലയിച്ച് പോകരുത്. അത് സാവകാശം ആണ് അതിലേക്ക് പോകേണ്ടത്. അത് ഒരുമിച്ച് പോയാലും അതും ഈ പറഞ്ഞ കെമിക്കൽ വളമായതുകൊണ്ട് ഇതിന് കേടാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയും, 2 ആഴ്ച എത്തുമ്പോഴേക്കും ഈ പിന്നെ വരുന്ന ചെനപ്പുകളൊക്കെ പൂക്കളായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പൂക്കളൊക്കെ ഫെയ്ഡാകാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പഴയതൊക്കെ കൊഴിയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ വീണ്ടും കുറച്ച് DAP ഇട്ട് കൊടുത്താൽ മതിയാവും. ഈ പറഞ്ഞ അളവിൽ തന്നെ DAP കൊടുക്കുക. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ ശേഷം വീണ്ടും കുറച്ച് ചാണകപ്പൊടി മാത്രം കൊടുക്കുക. പിന്നെ DAP കൊടുക്കുന്നതുകൊണ്ട് എല്ലുപൊടി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിൽ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്ന ഈ വേനൽക്കാലം മുഴുവൻ ബോഗൺവില്ലയിൽ നിറഞ്ഞ് പൂക്കളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കണതും പിന്നെ പുതിയ സ്റ്റോക്ക് ഞങ്ങൾക്ക് വരുന്നതൊക്കെ മിക്കവാറും നവംബർ അവസാനത്തോടു കൂടിയായിരിക്കും. നന്നായിട്ട് ഫ്ലവർ ഉണ്ടായതിന് ശേഷം ഞങ്ങൾ സെയിൽസിന് വെക്കാറുള്ളൂ. കാരണം അല്ലെങ്കിൽ പല വെറൈറ്റികളും ഇലകളൊക്കെ ഏതാണ്ട് സെയിം പോലെയൊക്കെ ഇരിക്കും. ഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഫ്ലവർ നല്ല രീതിയിൽ വരണം. ഫ്ലവർ ആയി തുടങ്ങിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം കലയിൽ ട്രൈ കളർ അങ്ങനെയുള്ളതൊക്കെ പല ഡബിൾ കളറൊക്കെ ഉള്ളത് നന്നായിട്ട് ഫ്ലവർ ആയാലും മാത്രം നമുക്കത് തിരിച്ചറിയാം. അതുകൊണ്ട് ശരിക്കും ഫ്ലവർ ആയത് ചട്ടിയിൽ ആയതിനു ശേഷമാണ് ഞങ്ങൾ സെയിൽസ് വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.